വെൽക്കം സ്റ്റുഡൻസ്. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ തേർഡ് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിയാക്ഷൻ റേറ്റ് ആണ് പഠിച്ചത്. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫാക്ടർ ഏതായിരുന്നു? ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ റേറ്റ് ഓഫ് റിയാക്ഷൻ. വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ? Rate of reaction is proportional to molar concentration of reactants. And that relationship is called rate law. That is an experimental quantity. For a general reaction, the rate law is expressed. We will say A plus B gives products. The reaction the rate law. Rate is equal to a constant K into molar concentration of A raised to X into B raised to Y, where K is called the rate constant of reaction. X and Y are experimentally measured coefficients of reaction that decides the rate of reaction. This X and Y may or may not be equal to the coefficients A and B in the balanced equation. And how can we define this rate constant? For rate constant define ചെയ്യാൻ നമുക്ക് എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ 1 ആണെങ്കിൽ what is the rate of reaction? Rate is equal to rate constant K. So K is defined as rate of reaction having 1 molar concentration of reactants. It is a measure of reaction rates. K is a measure of reaction rates. അതായത് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ റിയാക്ഷൻ റേറ്റും കൂടുതലായിരിക്കും. അപ്പം റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് ആ റിയാക്ഷൻ്റെ റേറ്റ് ഏതാണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഹൈ റേറ്റ് കോൺസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ റിയാക്ഷൻ റേറ്റും ഹൈ ആയിരിക്കും. അതുപോലെ റേറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അത് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട്, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ rate constant changes with the temperature. Then in this rate law expression, these coefficients x and y, they are experimentally measured coefficients. X plus y is called the order of reaction. Rate equationലുള്ള concentration termൻ്റെ പവറിൻ്റെ sum ആണ് order of reaction. Sum of the power of concentration terms in the rate law. And x plus y is called the overall order of reaction, where x is called the order with respect to reactant A and y is order with respect to reactant B, and x plus y is overall order of reaction. ഇനി നമുക്കറിയാം റേറ്റ് ലോ എക്സ്പെരിമെൻ്റലി ഡിസൈഡ് ചെയ്യുന്നതാണ്. എക്സ്പെരിമെൻ്റൽ റിസൾട്ടാണ് റേറ്റ് ലോ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഓർഡർ ഈസ് ഓൾസോ ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. അത് നമുക്കൊരിക്കലും ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് പറയാൻ പറ്റില്ല. ഓർഡർ എത്രയായിരിക്കും എന്നുള്ളത് ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള അതേ കോഎഫിഷ്യൻസ് ആവാം, എക്സും വൈയും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആവാം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നോക്കാം. ഡിഫറെൻറ്റ് ഓർഡേർഡ് റിയാക്ഷൻസ്. ഇപ്പോൾ ഓർഡർ ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതിന് ഏത് വാല്യൂവും പോസിബിളാണ്. അതായത് 0 ഓർഡർ റിയാക്ഷൻ ഉണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് ഇൻ്റഗ്രൽ വാല്യൂസ് ആർ പോസിബിൾ. കൺസിഡർ എക്സാമ്പിൾ 1. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2NO + O2 gives 2NO2. അതിൻ്റെ റേറ്റ് ലോ R is equal to K into NO raised to 2 into O2. ഇവിടെ NOയുടെ പവർ 2 ആണ്, O2ൻ്റെ ഫസ്റ്റ് പവറാണ് വരിക. ആൻഡ് വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് ദിസ് റിയാക്ഷൻ? ഓർഡർ എന്താണ്? സം ഓഫ് ദി പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദി റേറ്റ് ലോ. അപ്പോൾ ഓർഡർ എന്ത് വരും? ഓർഡർ ഈക്വൽ ടു 2 + 1 = 3. ഇവിടെ ഓർഡർ ഈക്വൽ ടു 3 ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ തേർഡ് ഓർഡർ റിയാക്ഷൻ. ഇവിടെ ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ ബാലൻസ്ഡ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആണ്. NOയുടെ പവർ 2 ആണ്, O2ൻ്റെ പവർ 1 ആണ്. ഇപ്പോൾ ബാലൻസ് ഇക്വേഷനിലുള്ള അതേ കോഎഫിഷ്യൻസ് തന്നെയാണ് എക്സും വൈയും വരിക. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല. സെക്കൻഡ് ഇക്വേഷൻ നോക്കുക. 2HI gives H2 + I2. What is the order of this reaction? Rate equation is R equal to K into HI raised to 2. Order is, ഇവിടെ order എന്ത് വരും? Order is 2.
power HI power 2 ആണ്. So order of reaction is 2. Here also the rate equation is corresponding to the balanced equation. ഇനി അതേസമയം മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുക. CHCl3 എന്താണ്? ക്ലോറോഫോം. ക്ലോറോഫോം ഈസ് റിയാക്ടിങ് വിത്ത് ക്ലോറിൻ. എന്തൊക്കെയാണ് ഫോം ചെയ്യുക? CCl4, ദറ്റ് ഈസ് കാർബൺ ടെട്രാക്ലോറൈഡ്, ആൻഡ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിൻ്റെ റേറ്റ് ഇക്വേഷൻ R is equal to K into molar concentration of CHCl3 into Cl2 raised to half. ഇതാണ് എക്സ്പെരിമെൻ്റലി മെഷേർഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റേറ്റ് ലോ. വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് ദിസ് റിയാക്ഷൻ? പവർ എന്താണ്? CHCl3യുടെ പവർ 1 ആണ്. സോ ഓർഡർ ഈസ് 1 plus half. എന്ത് വരും? 1 plus half is equal to 3/2. 3/2 അല്ലെങ്കിൽ 1.5 ആണ് ഓർഡർ വരിക. ഫ്രാക്ഷണൽ ഓർഡേർഡ് റിയാക്ഷൻ എക്സാമ്പിളാണിത്. ഇനി ഇവിടെ റേറ്റ് ഇക്വേഷനും ബാലൻസ് ഇക്വേഷനിലുമുള്ള കോഎഫിഷ്യൻസ് ഡിഫറെൻ്റ് ആണ്. CHCl3ക്ക് 1 തന്നെയാണ്. പക്ഷേ ക്ലോറിൻ ഇവിടെ കോഎഫിഷ്യൻ്റ് 1 ആണെങ്കിൽ റേറ്റ് ഇക്വേഷനിൽ അതിൻ്റെ പവർ ഹാഫാണ്. സോ ദി റേറ്റ് ഇക്വേഷൻ ഈസ് not corresponding to the stoichiometric equation, and that is a fractional ordered reaction. The fourth reaction, CH3COO C2H5. അതെന്താണ്? ഈഥൈൽ അസറ്റേറ്റ്, എസ്റ്റർ ആണ് ഈഥൈൽ അസറ്റേറ്റ്. അതിൻ്റെ ഹൈഡ്രോളൈസിസ് വാട്ടറുമായി റിയാക്ട് ചെയ്യുന്നു, ഗിവിങ് CH3COOH അസറ്റിക് ആസിഡ് ആൻഡ് C2H5OH എന്താണ്? ഈഥൈൽ ആൽക്കഹോൾ. റേറ്റ് ഇക്വേഷൻ നോക്കിയാൽ R is equal to K into concentration of CH3COO C2H5. ഇവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷനെ റേറ്റ് ഇക്വേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഓർഡർ എത്രയാണ് വരിക? ഈ റിയാക്ഷൻ്റെ ഓർഡർ ഫസ്റ്റ് പവറാണ്. ഓർഡർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ റിയാക്ഷൻ്റെ റേറ്റ് ഇതേൽ അസറ്റേറ്റിൻ്റെ മാത്രം കോൺസെൻട്രേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ഇക്വേഷനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റേറ്റ് ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ഓർഡർ ഓഫ് റിയാക്ഷൻ അതിന് ഏത് വാല്യൂം വരാം. ഇവിടെ 3 ഉണ്ട്, 2, ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ 3/2 അല്ലെങ്കിൽ 1.5. ദെൻ ഹിയർ ഓർഡർ ഈസ് 1. അപ്പോൾ ഡിഫറെൻറ്റ് ഓർഡേർഡ് റിയാക്ഷൻസ് പോസിബിൾ ആണ്. സോ ഓർഡർ ഓഫ് റിയാക്ഷൻ മേ ബി 0, ഇൻ്റഗ്രൽ ഓർ ഫ്രാക്ഷണൽ വാല്യൂസ്. ദെൻ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. റേറ്റ് കോൺസ്റ്റൻറ്റ് എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ യൂണിറ്റ് എങ്ങനെ വരും? യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓർഡർ ഓഫ് റിയാക്ഷൻ. നമുക്ക് നോക്കാം റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. കൺസിഡർ എ റിയാക്ഷൻ, ജനറൽ റിയാക്ഷൻ, R gives P. R gives P. ഇതിൻ്റെ ഓർഡർ nth ഓർഡേർഡ് റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റേറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു K into concentration of R raised to n, where n is order of reaction, K into R raised to n. N is called the order of reaction. n ന് ഏത് വാല്യൂം വരാം. ദെൻ നമുക്ക് വേണ്ടത് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ആണ്. ഇതിൽ നിന്നും K എടുത്താൽ എന്ത് വരും? K is equal to rate divided by molar concentration of reactant raised to n. And what is the unit of rate? Rate എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ചേഞ്ച് ബൈ ടൈം ആണ്. മോളാർ കോൺസെൻട്രേഷൻ ബൈ ടൈം. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഇനി പെർ ഡിവൈഡഡ് ബൈ ടൈം അല്ലെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ദാറ്റ് ഇസ് യൂണിറ്റ് ഓഫ് റേറ്റ്. ആൻഡ് കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ്. മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു n. ഇതിനെ സോൾവ് ചെയ്താൽ എന്ത് വരും? ഇവിടെ മോൾ റേസ് ടു 1 ഉണ്ട്, ഡിനോമിനേറ്ററിൽ മോൾ റേസ് ടു n ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ മോൾ റേസ് ടു 1 - n വരും. ഈ മോൾ റേസ് ടു n മുകളിലേക്ക് വരുമ്പോൾ മോൾ റേസ് ടു -n ആവും. സോ മോൾ റേസ് ടു 1 - n. ലിറ്റർ റേസ് ടു എന്ത് വരും? ഇവിടെ -1 ഉണ്ട്, ഇവിടെ -n ഉണ്ട്. ലിറ്റർ റേസ് ടു -n. ഇത് മുകളിലേക്ക് വരുമ്പോൾ ലിറ്റർ റേസ് ടു n ആവും. സോ ലിറ്റർ റേസ് ടു n - 1. ദെൻ സെക്കൻഡ് ഇൻവേഴ്സ്.
mole raised to 1 minus n, liter raised to n minus 1 second inverse. That is the unit of rate constants for nth ordered reaction. അപ്പോൾ nth ഓർഡർ ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് ഇതാണ്. ഈ എക്സ്പ്രഷൻ എല്ലാവരും പഠിച്ചു വെക്കണം. മോൾ റേസ് ടു 1 മൈനസ് എൻ, ലിറ്റർ റേസ് ടു n മൈനസ് 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി നമുക്ക് ഏത് ഓർഡർ ആണെങ്കിലും അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ n 0 ഓർഡറോ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ അങ്ങനെ ഡിഫറെൻറ്റ് ഓർഡേഡ് റിയാക്ഷൻസ് വരാം. ഓരോന്നിലും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. നോക്കാം. when n equal to 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്? k is equal to mole raised to 1 minus 0 1 തന്നെ വരും. ലിറ്റർ raised to 0 minus 1 എന്ത് വരും? minus 1 second inverse. That is the unit of rate constants for a 0 order reaction. ഇനി n equal to 1 first order reaction. What is the unit of rate constant? k is equal to mole raised to n equal to 1 ആണ്. 1 minus 1 liter raised to 1 minus 1 second inverse. അതെന്ത് വരും? mole raised for a first order reaction rate constant is second inverse. Then n equal to 2 ആണെങ്കിൽ what is the unit of rate constant? k is equal to mole raised to 1 minus 2. 1 minus 2 എന്ത് വരും? mole raised to 1 minus 2 liter raised to 2 minus 1 second inverse. അതെന്താ വരിക? mole raised to 1 minus 2 is mole raised to minus 1 liter raised to 2 minus 1 എന്താണ്? 1 വരും second inverse. That is the unit of rate constant for a second order reaction. അതുപോലെ നമുക്ക് ഏത് ഓർഡറിലുള്ള റിയാക്ഷൻ്റെയും യൂണിറ്റ് ഈ ജനറൽ എക്സ്പ്രഷൻ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ഓർഡറിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. റേറ്റ് കോൺസ്റ്റൻറ്റ് എന്താണ്? റിയാക്ഷൻ്റെ റേറ്റിനെയാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂ കൂടുന്നതനുസരിച്ച് റിയാക്ഷൻ റേറ്റ് ചേഞ്ച് ചെയ്യും. അതുപോലെ റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ചേഞ്ചിങ് വിത്ത് ടെമ്പറേച്ചറിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റൻറ്റ് ചേഞ്ച് ചെയ്യും. ഇനി അതുപോലെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓർഡർ ഓഫ് റിയാക്ഷൻ. ദാറ്റ് ഈസ് ഈ എക്സ്പ്രഷൻ എല്ലാവരും പഠിച്ചു വെക്കണം. എക്സ്പ്രഷൻ യൂസ് ടു കാൽക്കുലേറ്റ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ nth order റിയാക്ഷൻ. ഇനി റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. അല്ലെങ്കിൽ യൂണിറ്റിൽ നിന്നും റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നാൽ അതിൽ നിന്നും ഓർഡർ എത്രയാണെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദി ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റേറ്റ് കോൺസ്റ്റൻറ്റ് k equal to 1.5 into 10 raised to minus 3 mole raised to minus 2 liter raised to 2 second inverse. ഇവിടെ ഈ റിയാക്ഷൻ്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്. mole raised to minus 2 liter raised to 2 second inverse. അപ്പോൾ ഓർഡർ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഫോർ nth ordered റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് mole raised to 1 minus n liter raised to n minus 1 second inverse. ഇതാണ് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ യൂണിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ mole raised to minus 2 വരണമെങ്കിൽ n എത്ര വരണം? n എത്ര ആയിരുന്നാലാണ് -2 വരിക? നോക്കിയേ, mole raised to 1 minus n ആണ്. അപ്പോൾ ഇത് -2 വരണമെങ്കിൽ n എത്രയായിരിക്കണം? n 3 ആണെങ്കിൽ എന്ത് വരും? 1 minus 3 -2 വരും. അതുപോലെ ഇവിടെ n 3 ആണെങ്കിൽ 3 minus 1 equal to 2 second inverse. അപ്പോൾ ഇവിടെ n എത്രയായിരിക്കും? 3 ആയിരിക്കും. mole raised to 1 minus 3 liter raised to 3 minus 1 second inverse. That gives this rate expression, mole raised to minus 2 liter raised to 2 second inverse. അപ്പോൾ what is the order of reaction? n equal to 3. So this is a third order reaction. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റിൽ നിന്നും നമുക്ക് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ കെമിക്കൽ റിയാക്ഷൻസ് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയും. എന്താണ്? ഒരു സിംഗിൾ സ്റ്റെപ്പിലൂടെ പ്രൊസീഡ് ചെയ്യുന്ന റിയാക്ഷന് എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയും. ഇനി ഒന്നിലധികം സ്റ്റെപ്സ് ഉള്ള റിയാക്ഷന് കോംപ്ലക്സ് റിയാക്ഷൻസ് എന്നും പറയും.
Reaction proceeding through a number of elementary steps is called a complex reaction. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ചില റിയാക്ഷനിൽ റേറ്റ് ബാലൻസ് ഇക്വേഷനിൽ കറസ്പോണ്ടിങ് അല്ല. അങ്ങനെ വരുന്നത് കോംപ്ലക്സ് റിയാക്ഷൻസിൽ ഒരിക്കലും റേറ്റ് ബാലൻസ് ഇക്വേഷനിൽ കറസ്പോണ്ടിങ് ആവില്ല. അതുപോലെ ചില കേസിൽ റിയാക്റ്റൻസ് എക്സസ് ആയിരുന്നാലും ബാലൻസ്ഡ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആവില്ല. അപ്പോൾ അത് നമുക്ക് ഇതിന് ശേഷം പഠിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. എലമെൻ്ററി റിയാക്ഷൻ എന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനാണ് എലമെൻ്ററി റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷനിൽ ഒന്നിലധികം സ്റ്റെപ്സ് ഉണ്ടാവും. ഇനി എലമെൻ്ററി റിയാക്ഷനിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ടേമാണ് മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ. ഇത് മോളിക്കുലാരിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊളീഷൻ തിയറി വെച്ചിട്ടാണ്. അതായത് ഒരു റിയാക്ഷൻ നടക്കുന്നത് എപ്പോഴും മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാണ്. റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്താണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് കൊളൈഡിങ് സൈമിൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് ആൻ എലമെൻ്ററി റിയാക്ഷൻ. എത്ര റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഒരുമിച്ച് ഒരേ സമയം കൂട്ടിമുട്ടിയിട്ടാണ് അല്ലെങ്കിൽ കൂട്ടിയിടിച്ചിട്ടാണ് റിയാക്ഷൻ നടക്കുക. അതാണ് മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ. Number of reactant molecules colliding simultaneously to bring about an elementary reaction. That is called the molecularity of reaction. അപ്പോൾ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം. അപ്പോൾ അതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനിൽ മാത്രമാണ് മോളിക്കുലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആവുക. അത് നമുക്ക് ബാലൻസ് ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് പറയാം. മോളിക്കുലാരിറ്റി ബാലൻസ് ഇക്വേഷനിൽ എത്ര റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഉണ്ടോ അത് തന്നെയായിരിക്കും റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി. സോ ഇറ്റ് ഈസ് എ തിയറിറ്റിക്കൽ കൺസെപ്റ്റ്. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ്. അത് നമുക്ക് ഇക്വേഷനിൽ നിന്നും പ്രെഡിക്റ്റ് ചെയ്യാം. ഇപ്പോൾ മോളിക്കുലാരിറ്റിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. അതായത് മോളിക്കുലാരിറ്റി ക്യാൻ ഹാവ് ഓൺലി ഇൻ്റഗ്രൽ വാല്യൂസ് 1, 2, 3 അങ്ങനെ ഡിഫറെൻറ്റ് ഇൻ്റഗ്രൽ വാല്യൂസ് പോസിബിളാണ് മോളിക്കുലാരിറ്റിക്ക്. ഈ റിയാക്ഷൻസിൻ്റെ മോളിക്കുലാരിറ്റി നമുക്ക് നോക്കാം. ആദ്യത്തേത് NH4NO2 എന്താണ്? അമോണിയം നൈട്രൈറ്റ്. അത് ഡീകമ്പോസ് ചെയ്ത് N2ഉം H2Oയും ഫോം ചെയ്യുന്നു. ഇവിടെ മോളിക്കുലാരിറ്റി എന്താണ്? മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര റിയാക്റ്റൻ്റ് മോളിക്യൂൾസാണ് കൊളൈഡ് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷനിൽ ആകെ ഒറ്റ റിയാക്റ്റൻ്റ് മോളിക്യൂളേ ഉള്ളൂ. സോ വാട്ട് ഈസ് മോളിക്കുലാരിറ്റി? ഇറ്റ്സ് മോളിക്കുലാരിറ്റി ഈസ് 1. മോളിക്കുലാരിറ്റി ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് 1. അല്ലെങ്കിൽ അതിന് പറയും യൂണി മോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയും. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ 2HI ഗീവ്സ് H2 + I2. ഇവിടെ 2 ഹൈഡ്രജൻ അയഡൈഡ് മോളിക്യൂൾസാണ് കൊളൈഡ് ചെയ്യുക. സോ ദി മോളിക്കുലാരിറ്റി ഈസ് 2. ഇനി മൂന്നാമത്തേതിൽ എന്ത് വരും മോളിക്കുലാരിറ്റി? 2NO + O2. അപ്പോൾ എത്ര മോളിക്യൂൾസാണ് കൊളൈഡ് ചെയ്യുക? 2 NOയും ഒരു ഓക്സിജനും കൂടി കൊളൈഡ് ചെയ്യുന്നു. സോ മോളിക്കുലാരിറ്റി ഈസ് 3. അപ്പോൾ ആദ്യത്തെ 3 ഇക്വേഷനിൽ യൂണിമോളിക്കുലാർ, ബൈമോളിക്കുലാർ ആൻഡ് ട്രൈമോളിക്കുലാർ റിയാക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്ത് വരും? ഈ റിയാക്ഷനിൽ 10 മോളിക്യൂൾസ് ഒരുമിച്ച് ഒരിക്കലും കൊളൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ എലമെൻ്ററി റിയാക്ഷൻ. ഇത് പല സ്റ്റെപ്സിലൂടെയാണ് ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ദിസ് ഇസ് എ കോംപ്ലക്സ് റിയാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരിക്കലും നമുക്ക് ബാലൻസ് ഇക്വേഷനിൽ നിന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മോളിക്കുലാരിറ്റിക്ക് ഇൻ്റഗ്രൽ വാല്യൂസ് മാത്രമാണുള്ളത്. 0 ഒരിക്കലും മോളിക്കുലാരിറ്റിക്ക് വരില്ല. കാരണം അത് തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. 1, 2, 3 വരെ പോസിബിളാണ്. ആൻഡ് കൊളീഷൻ ഓഫ് മോർ ദാൻ 3 മോളിക്യൂൾസ് അറ്റ് എ ടൈം ഈസ് ഇൻഎഫക്റ്റീവ്. അപ്പോൾ മോളിക്കുലാരിറ്റി 3 വരെയാണ് പോസിബിൾ ആവുക. ധാരാളം മോളിക്യൂൾസ് ഉള്ള റിയാക്ഷൻ ആണെങ്കിൽ അത് കോംപ്ലക്സ് റിയാക്ഷൻ ആയിരിക്കും. അത് ഡിഫറെൻറ്റ് സ്റ്റെപ്സിലൂടെയാണ് പ്രൊസീഡ് ചെയ്യുക. ഇനി ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏത് സ്റ്റെപ്പായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റിനെ ഡിസൈഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഏതായിരിക്കും? ഒന്നിലധികം സ്റ്റെപ്സ് ഉള്ളപ്പോൾ ഓരോ സ്റ്റെപ്പിനും ഡിഫറെൻറ്റ് സ്പീഡായിരിക്കും. ചിലത് വളരെ ഫാസ്റ്റായിട്ടുള്ളതുണ്ടാവും, ചിലത് സ്ലോ ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉള്ള ഒരു കോംപ്ലക്സ് റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് സ്റ്റെപ്പായിരിക്കും? നമുക്കതെങ്ങനെ പറയാൻ കഴിയും? അത് ഒരു എക്സാമ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ നിന്നൊരു ടൂർ പോകുന്നു, ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും ടൂറിന് പോകാനായിട്ട് റെഡിയായി വരാൻ പറയുന്നു. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ എല്ലാ കുട്ടികളും ടൂറിന് പോകണം. അപ്പോൾ 5 മണിയായപ്പോഴേക്കും, ഒരു 4 മണിയായപ്പോൾ തന്നെ കുറച്ച് കുട്ടികളൊക്കെ എത്തി. 5 മണിയായപ്പോഴേക്കും ഏതാണ്ട് എല്ലാ കുട്ടികളും തന്നെ എത്തി. ഒരാൾ വെച്ച് ബാക്കി എല്ലാവരും എത്തി. അപ്പോൾ ഇവർക്ക് പുറപ്പെടാൻ കഴിയുമോ?
ഇല്ല, കാരണം എന്താണ്, ഒരാളും കൂടി എത്താനുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കൂടി 5:30 ആകുമ്പോഴാണ് ലാസ്റ്റ് കുട്ടി എത്തുക, അവസാനത്തെ കുട്ടി എത്തുക. എന്നിട്ട് മാത്രമേ അവർക്ക് പുറപ്പെടാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഇവിടെ പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്പീഡുള്ള പല റിയാക്ഷൻസ് ഉണ്ട് ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ. അതിൽ ഏത് സ്റ്റെപ്പായിരിക്കും റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ആവുക? ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ ഏറ്റവും ലാസ്റ്റത്തെ കുട്ടി, ഏറ്റവും സ്പീഡ് കുറഞ്ഞ ആ കുട്ടി എത്തിയതിന് ശേഷം മാത്രമേ അവർക്ക് പോകാൻ കഴിയുന്നുള്ളൂ. അതുപോലെ കെമിക്കൽ റിയാക്ഷനിലും ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്, അതിന് ഡിഫറെൻറ്റ് സ്പീഡാണ്. അപ്പം ഏറ്റവും സ്പീഡ് കുറഞ്ഞ സ്റ്റെപ്പ് കൂടി നടന്നാലേ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഏത് സ്റ്റെപ്പാണ് അതിൻ്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്? സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ബാക്കി സ്റ്റെപ്സിന് എത്ര സ്പീഡ് ഉണ്ടായിരുന്നാലും ഏറ്റവും സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പ് കൂടി നടന്നാലേ റിയാക്ഷൻ ആവും. അപ്പോൾ ദി സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ ഏതൊക്കെ റിയാക്റ്റൻ്റ് ഇൻവോൾവ് ചെയ്യുന്നു, അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്, അതിനനുസരിച്ചാണ് റേറ്റ് ഇക്വേഷൻ വരിക. അപ്പോൾ അത് ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്നും ഡിഫറെൻ്റായ റേറ്റ് ഇക്വേഷൻ കിട്ടാനുള്ള കാരണം അതിൻ്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്റ്റൻസും അതിൻ്റെ കോഎഫിഷ്യൻറ്റുമാണ് റേറ്റ് ലോ ഡിസൈഡ് ചെയ്യുക. സോ ഇൻ എ കോംപ്ലക്സ് റിയാക്ഷൻ ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് വിത്ത് ഡിഫറെൻറ്റ് സ്പീഡ് ആൻഡ് ദി റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഈസ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അതിലേറ്റവും സ്പീഡ് കുറഞ്ഞ സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ആവുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് അയഡൈഡ് അയോൺ ഇൻ ആൽക്കലൈൻ മീഡിയം ഗിവിങ് H2O ആൻഡ് O2. ഈ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ എക്സ്പെരിമെൻ്റലി ഈ റിയാക്ഷൻ സ്റ്റഡി ചെയ്തപ്പോൾ അതിൻ്റെ റേറ്റ് ഇക്വേഷൻ ഇതാണ്. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I-. ഈ റേറ്റ് നമുക്കൊരിക്കലും ബാലൻസ്ഡ് ഇക്വേഷൻ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം I- ഇവിടെ കാറ്റലിസ്റ്റാണ്, അതിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. അതുപോലെ H2O2ൻ്റെ സെക്കൻഡ് പവറാണ് ബാലൻസ്ഡ് ഇക്വേഷനിലുള്ളത്, കോഎഫിഷ്യൻ്റ് 2 ആണ്. പക്ഷേ ഇവിടെ എന്താണ്, കോഎഫിഷ്യൻ്റ് 1 ആണ്. വട്ട് ഇസ് ദി ഓർഡർ ഓഫ് ദിസ് റിയാക്ഷൻ? 1 + 1 ഓർഡർ ഈക്വൽ ടു 2. സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ്, പക്ഷേ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് H2O2ൻ്റെയും I-ൻ്റെയും കോൺസെൻട്രേഷനെയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. സോ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് റിയാക്ഷൻ. ദിസ് റേറ്റ് ഇക്വേഷൻ സജസ്റ്റ് ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ. അപ്പോൾ ഇതിൽ ഈ റിയാക്ഷൻ്റെ 2 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ 1H2O2, ഇവിടെ 2 മോളിക്യൂൾസ് ഉള്ളതിൽ ഒരു മോളിക്യൂള് അയഡൈഡ് അയോണുമായി റിയാക്ട് ചെയ്യുന്നു. അയഡൈഡ് അയോൺ കാറ്റലിസ്റ്റ് ആണ്, അത് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിലും ലാസ്റ്റ് റീജനറേറ്റ് ചെയ്യണം. അപ്പം അയഡൈഡ് അയോണുമായി ഒരു H2O2 റിയാക്ട് ചെയ്ത് H2Oയും I-O-, an intermediate I-O- is formed. That is the first step and that is a slow step. ഈ റിയാക്ഷൻ്റെ സ്ലോ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പാണ്. H2Oയും I-O- ഫോം ചെയ്യുന്നു. This intermediate I-O- is highly unstable. So it reacts with the second H2O2 molecule. ഇവിടെ 2 H2O2 ഉള്ളതിൽ രണ്ടാമത്തെ മോളിക്യൂളുമായിട്ട് ഇൻ്റർമീഡിയറ്റ് റിയാക്ട് ചെയ്ത് H2Oയും O2ഉം I- ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത അയഡൈഡ് അയോൺ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ റീജനറേറ്റ് ചെയ്യുന്നു. സോ ദി സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് വെരി ഫാസ്റ്റ്. ഇത് അൺസ്റ്റേബിൾ ആണ്, അത് ഫോം ചെയ്താൽ അപ്പോൾ തന്നെ ഡീകമ്പോസ് ചെയ്യും. സോ ദാറ്റ് ഈസ് എ ഫാസ്റ്റ് റിയാക്ഷൻ ഫോമിങ് ദി പ്രോഡക്ട്സ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഇക്വേഷൻ ഇത് കിട്ടും. ഇനി ഈ കോംപ്ലക്സ് റിയാക്ഷൻ, അതായത് ഈ റിയാക്ഷനിൽ 2 സ്റ്റെപ്സ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ലോ സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞു സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ആവുക. അപ്പോൾ ഇവിടെ ഏതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് H2O2ഉം I-ഉമാണ്, അതിൻ്റെ കോഎഫിഷ്യൻസ് 1 ആണ്. സോ ദാറ്റ് വി ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് റേറ്റ് ഇക്വേഷൻ യൂസിങ് ദിസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ സ്ലോ സ്റ്റെപ്പിൽ ഇൻവോൾവ് ചെയ്യുന്നത് H2O2ഉം I-ഉമാണ്, അതിൻ്റെ കോഎഫിഷ്യൻസ് 1 ആണ്. സോ ദ റേറ്റ് ഇക്വേഷൻ ഈസ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2 ഇൻറ്റു I-. ദറ്റ് ഈസ് കോംപ്ലക്സ് റിയാക്ഷൻ. ഇപ്പോൾ കോംപ്ലക്സ് റിയാക്ഷനിൽ ഒന്നിലധികം സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ 2 കോൺസെൻട്രേഷൻ ടേംസ് ഇവിടെ പഠിച്ചു, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. രണ്ടും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ കോഎഫിഷ്യൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് ഈസ് ദി സം ഓഫ് ദി പവർ ഓഫ് കോഎഫിഷ്യൻസ് ഇൻ ദി റേറ്റ് ലോ. റേറ്റ് ലോയിലുള്ള കോൺസെൻട്രേഷൻ ടേമിൻ്റെ
പവറിൻ്റെ സമ്മാണ് ഓർഡർ. What is molecularity? It is the number of molecules colliding simultaneously in an elementary reaction. എത്ര റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഒരുമിച്ച് കൊളൈഡ് ചെയ്യുന്നു, അതാണ് മോളിക്കുലാരിറ്റി. പിന്നെന്താണ്? ഓർഡർ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. റേറ്റ് ലോയിൽ നിന്നാണ് ഓർഡർ കിട്ടുക. ദാറ്റ് ഇസ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. മോളിക്കുലാരിറ്റിയോ അത് തിയററ്റിക്കലാണ്. മോളിക്കുലാരിറ്റി ഈസ് തിയററ്റിക്കൽ കൺസെപ്റ്റ്. പിന്നെന്താ ഡിഫറൻസ്? ഓർഡറിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ടാവും? ഇറ്റ് ക്യാൻ ഹാവ് എനി വാല്യൂസ്, 0, ഇൻ്റഗ്രൽ ഓർ ഫ്രാക്ഷണൽ വാല്യൂസ്. പക്ഷേ മോളിക്കുലാരിറ്റിക്കോ? മോളിക്കുലാരിറ്റി ഹാസ് ഓൺലി ഇൻ്റഗ്രൽ വാല്യൂസ് അപ് ടു 3, 1, 2, 3 അങ്ങനെ ഇൻ്റഗ്രൽ വാല്യൂസ് മാത്രമാണ് മോളിക്കുലാരിറ്റിക്ക് പോസിബിൾ ആവുക. പിന്നെ ഓർഡർ ഈസ് ആപ്ലിക്കബിൾ ടു എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. എലമെൻ്ററി റിയാക്ഷനിലും കോംപ്ലക്സ് റിയാക്ഷനിലും ഓർഡർ ഉണ്ട്. എലമെൻ്ററി റിയാക്ഷൻ ആണെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന റിയാക്റ്റൻസിൻ്റെ നമ്പർ, ഇനി കോംപ്ലക്സ് റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ സ്ലോവസ്റ്റ് സ്റ്റെപ്പിലുള്ള റിയാക്റ്റൻസ്, അതിനനുസരിച്ചാണ് ഓർഡർ വരിക. മോളിക്കുലാരിറ്റിയോ? ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ എലമെൻ്ററി റിയാക്ഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഓർഡർ ഓഫ് റിയാക്ഷൻ. ഇറ്റ് ഈസ് എ സം ഓഫ് ദി പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദി റേറ്റ് ലോ. ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി. It can have 0, integral or fractional values. ഇനി യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. റേറ്റ് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ക്യാരക്ടേഴ്സ്, അതുപോലെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എങ്ങനെ ഡിറൈവ് ചെയ്യാം അത് നമ്മൾ പഠിച്ചു. ദെൻ എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഈസ് എലമെൻ്ററി റിയാക്ഷൻ ആൻഡ് പ്രൊസീഡിങ് ത്രൂ എ നമ്പർ ഓഫ് എലമെൻ്ററി സ്റ്റെപ്പ് ഈസ് കോംപ്ലക്സ് റിയാക്ഷൻ. Then molecularity of reaction. എന്താണ് molecularity? Number of molecules colliding simultaneously to bring about an elementary reaction. Then rate determining step in a complex reaction. Complex reaction involves different steps and the rate determining step is the slowest step. Then differences between order and molecularity. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് ഹോംവർക്ക് തരാം, അത് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.